I thank the Lord for this blessed moments that the Lord has given us. ഞാൻ വന്ദനം അറിയിക്കുകയാണ്. I bring my greetings to all of you, the men of God here and all of you here. വളരെ അനുഗ്രഹീതമായ ഒരു ദിവസമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വർഷം അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ അവസരം വലിയ ഭാഗ്യകരമായ ഒരു അനുഭവം കൂടെയാണ്. This is a blessed experience that the Lord has given us, that at the end of this year we can come into God's presence and give Him the glory. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 2 രാത്രികളിൽ സംസാരിച്ച സന്ദേശത്തിന്റെ തുടർച്ച ഞാൻ ഈ സെക്ഷനിൽ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. I want to share from God's word, and it would be a continuity from the last 2 nights that I spoke to you. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത്. Revelation chapter 3 verse 19 onwards is what we're pondering on. അവിടെ എഴുതിയിരിക്കുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു. As many as I love, I rebuke and I chasten. കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. What the scripture reminds us, that the Lord who loves us, He also chastises or disciplines us. നമുക്ക് സ്നേഹിക്കുന്ന കർത്താവിനെ നമുക്കറിയാം. We are aware of a God who loves us. എന്തിനാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചത്? Why is it that God loved us? സ്നേഹിച്ചത് നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് സ്നേഹിച്ചത്. The Lord has loved us so that we all can experience eternal life. ആ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ആ സ്നേഹം വെളിപ്പെടുത്തിയത് കാൽവറിയിലാണ്. And in order that we may receive that eternal life, that love was exhibited on the cross of Calvary. അത് എല്ലാവരുടെ ഹൃദയത്തിൽ അത് ഉണ്ടാകണം. We all should have that imprinted on our hearts. നമ്മെ സ്നേഹിച്ചത് നമ്മെല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. God has loved us so that we all can experience that everlasting life. ആ കർത്താവ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയതെല്ലാം കർത്താവ് നൽകുന്നുണ്ട്. The Lord has given us everything that we need so that we can have that eternal life. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. As part of that love, the Bible says, those whom the Lord loves, He rebukes them and chastens them. അത് ലവോദിക്ക സഭയോടാണ് ഇത് പറയുന്നത്. അതൊരു കാലഘട്ടമാണ്. നമ്മൾ ജീവിക്കുന്നത് ലവോദിക്ക സഭാ കാലഘട്ടത്തിലാണ്. This message has been given to the church in Laodicea. We are living in that era. Laodicea church message is applicable to this age, this day. കർത്താവ് 5 സഭാ കാലഘട്ടത്തിലും മാനസാന്തരപ്പെടുക എന്ന സന്ദേശം പറഞ്ഞിട്ടുണ്ട്. In the last 5 churches, message to the churches, the message was repent, repent, repent. അതിൽ 7ാമത് പറയുന്നതാണ് ലവോദിക്ക സഭയോട്. And this is the 7th church. The Lord is giving a message to this church. ആ സഭയോടാണ് പറയുന്നത്, ഞാൻ നിന്നെ ശിക്ഷിക്കുമെന്ന് പറയുന്നു. And to that church, Jesus is saying, I'm gonna rebuke you and discipline you. അത് ശത്രുവിനെ ശിക്ഷിക്കുന്നത് പോലെ അല്ല ശിക്ഷ വരുന്നത്. It is not as a discipline or a punishment for the enemy. മക്കളെന്ന നിലയിൽ നമ്മളോട് നമ്മുടെ പിതാവിന്റെ സ്നേഹത്തിന്റെ ശിക്ഷയാണ്. This is a rebuke or a discipline as a father to their children out of love. അതിനെ നമ്മൾ കർത്താവ് എന്തിനാ ശിക്ഷിക്കുന്നതെന്നുള്ളതിന് കൃത്യമായ വാക്യ തെളിവുകൾ ഞാൻ കഴിഞ്ഞ രാത്രികളിൽ പറഞ്ഞതാണ്. I gave you clear verses from the scripture why the Lord disciplines. സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച് സദൃശ്യവാക്യം 3:11-12 ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. Proverbs 3 chapter 11 verse 11 and 12 is very clear that those he love, he disciplines. എബ്രായ ലേഖനം 12:5-6 വാക്യത്തിലും കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. Hebrews 12:5 and 6 is also very clear. The Lord, He rebukes and disciplines and chastises those whom He loves. 12:8 വാക്യത്തിൽ എല്ലാവർക്കും ബാലശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. Chapter 12, Hebrews 12:8 says, chastisement or discipline is applicable to everyone. അവിടെ എഴുതിയിരിക്കുന്നു, ശിക്ഷയില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല എന്ന് പറയുന്നു. In fact, the author says, if you are not disciplined,
That is an evidence that you are an illegitimate child. കർത്താവ് നമ്മെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? Why is it that God disciplines us? 4 കാര്യങ്ങൾ കൊണ്ട് കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. The Lord disciplines us for 4 different reasons. അത് സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്. It is out of a heart of love. അപ്പോൾ ആ സ്നേഹം കൊണ്ട് കർത്താവ് ശിക്ഷിക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Out of love, the Lord disciplines his children, and there are 4 reasons for it. ഒന്ന്, കർത്താവ് നമ്മുടെ നിഗളം മാറ്റി ദൈവസന്നിധിയിൽ കീഴടങ്ങാൻ വേണ്ടി കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. The Lord wants to remove pride from us, and so that we are submissive to the Lord. ദൂതൻ പിശാചായി മാറി എന്ന് നമുക്കറിയാം. അതിന് കാരണം അവന്റെ നിഗളമായിരുന്നു. We know Lucifer, the archangel, he became Satan. The reason was of pride in his heart. നമുക്ക് അങ്ങനെ വരരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that we will not be filled with pride. സാത്താൻ പോകുന്നത് നരകത്തിലേക്കാണ്. Satan is headed to hell. നമ്മൾ സാത്താനെ പോലായാൽ നമ്മളും നരകത്തിൽ പോകേണ്ടി വരും. If we would imitate the habits of Satan, we would also end up where he's going to end up. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ കർത്താവ് കാൽവറിയിൽ തന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. In order that we could be rescued out of hell, Jesus gave his life on the cross. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ നരകത്തിൽ വിടത്തില്ല. Therefore the Lord is saying, I do not want you to go to hell. അതുകൊണ്ട് സാത്താനെ പോലെ നീ ആകാതിരിക്കാൻ ഞാൻ നിന്നെ ശിക്ഷിക്കും. So that you will not become like Satan, filled with pride, I discipline you. രണ്ടാമത്തെ കാര്യം ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് സംസാരിച്ചു. Second thing, I spoke to you last night. കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നത് വിശുദ്ധി പ്രാപിക്കാനാണ്. The Lord disciplines us so that we will be partakers of his holiness. അത് എബ്രായ ലേഖനം 12:10 നിന്ന് നമ്മൾ ആ വാക്യം കണ്ടു. Hebrews 12:10 talks about it. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, നമ്മൾ കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് ചെല്ലാനാണ്. The Lord desires that we become partakers of his holiness. ക്രിസ്തുവിനെ പോലായി മാറുക. God desires that we become like Jesus. ക്രിസ്തുവിനെ പോലായി മാറാതെ നമുക്ക് കർത്താവിന്റെ കൂടെ വസിക്കാൻ പറ്റത്തില്ല. Unless we become like Jesus, we cannot dwell with Jesus. ഈ ലോകത്തിൽ ക്രിസ്തു ജീവിച്ച പോലെ നമ്മൾ ജീവിക്കണം. We are expected to live like Jesus on the face of the നമ്മൾ earth. പാപം വിട്ട് കർത്താവിന്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ അടുക്കണം. We have to discard sin and we have to approach the holiness of Jesus. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ശിക്ഷിക്കുകയാണ്. Therefore the Lord will discipline us. അതാണ് ഇന്നലെ രാത്രി പറഞ്ഞത്, അധികം ഫലം കായ്ക്കാൻ വേണ്ടി മൂർച്ചയുള്ള കത്തി കൊണ്ട് നമ്മെ അവൻ ചെത്തുകയാണ്. So that we would bear more fruit, he prunes us with sharp instruments. നമ്മുടെ ഈ പ്രാർത്ഥനയും ഈ വിശുദ്ധിയും നമ്മുടെ ഈ ആത്മീയതയിലൊന്നും കർത്താവ് പൂർണ്ണമായി തൃപ്തിപ്പെടുന്നില്ല. God is not content with this kind of spirituality. നമ്മൾ കർത്താവിനെ പോലായേ മതിയാകുകയുള്ളൂ. We ought to become like Jesus. കർത്താവിന്റെ തലയോളം നാം എത്തണം. We have to grow up to the stature of കർത്താവ് Christ. പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും The വിശുദ്ധരായിരിക്കണം. Lord says, be ye holy, for I am holy. നമുക്ക് മാതൃക കർത്താവ് മാത്രമാണ്. The Lord is our നമ്മൾ example. അതുപോലെ ആകാൻ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു. The Lord wants us to be like Jesus, so he disciplines us. കർത്താവ് മൂന്നാമത് ശിക്ഷിക്കുന്നത് ഞാൻ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I want to tell you the third reason why the Lord disciplines us. അത് തീത്തോസിന്റെ ലേഖനം 2:12-13 വാക്യങ്ങളിൽ നിന്നാണ്. Titus chapter 2 verse 12 and 13. അവിടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, അത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ ഭക്തിയോടെ നീതിയോടെ സുബോധത്തോടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. For the grace of God that brings salvation has appeared to all men, teaching us that denying ungodliness and worldly lust, we should live soberly, righteously, and godly in this present age. അവിടെ ടീച്ചിങ് അസ് എന്ന് കൊടുത്തിരിക്കുന്നത് പൈഡിയ എന്ന പദമാണ്. അത് ചാസ്റ്റൈസ്മെന്റ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The word teaching here is translated in Greek in the original. It's padio, meaning chastise or chastisement. ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാണ് അത് നടക്കുന്നത്. It is between a relationship between a father and a child. കർത്താവ് അവിടെ എഴുതിയിരിക്കുന്നത് 5 കാര്യങ്ങൾ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. There are 5 things mentioned here. 2 കാര്യം ഈ ലോകത്തിൽ നമ്മൾ വിടേണ്ടതാണ്. There are 2 things that we have to discard that belongs to this world. 3 രീതിയിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ്. And God expects us to live in the 3 ways that is mentioned there. അതിനുവേണ്ടി കർത്താവ് നമ്മെ ശിക്ഷിക്കുക.
Therefore, the Lord disciplines us. കർത്താവിൻ്റെ ആ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you realize, you understand, fathom the love of God? കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. Listen, the Lord who gave up his life on the cross has given clear instruction how we ought to govern our lives on this earth. നമ്മളെ ഡെയിലി ലൈഫിൽ കർത്താവ് ശിക്ഷിച്ച് അവൻ്റെ ആ കൃപയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. The Lord in our daily life, he disciplines us so that we would be aligned with him in his grace. ഈ ലോകത്തിൽ രണ്ട് കാര്യം നമ്മൾ വിട്ടുകളയണം. There are two things of the world that we need to discard. അവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന് ഭക്തികേട് വിട്ടുകളയണം. Denying ungodliness. എന്താണ് ഭക്തികേട് എന്ന് പറഞ്ഞാൽ? What is this ungodliness? നമ്മുടെ ക്രിസ്ത്യൻ ഭക്തി നിൽക്കുന്നത് ഭയത്തിലല്ല, സ്നേഹത്തിലാണ്. Our godliness is anchored in love, not out of fear. മറ്റ് ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങൾ പലതും ഭയത്തിൽ നിൽക്കുന്നതാണ്. Many religions of the world is anchored on fear. ചിലയിടത്ത് ദൈവമെന്ന് പറഞ്ഞാൽ യജമാനനാണ്, വിശ്വാസികളെന്ന് പറഞ്ഞാൽ ദാസന്മാരാണ്. In some religion, God is a master and the believers are considered as slaves. വേറെ ചിലയിടത്ത് എന്ന് കഴിഞ്ഞാൽ ദൈവം വിശുദ്ധനാണ്, പ്രജകളെല്ലാം അശുദ്ധരാണ്. In another religion, God is super holy and the people who follow him are unholy. വേറെ ചിലത്തിൽ നമ്മൾ ദൈവം രാജാവാണ്, പ്രജകളെല്ലാം വിശ്വാസികൾ സാധാ പ്രജകളാണ്. And in other religion, God is a king and people are common people. നമ്മുടെ ദൈവം പിതാവാണ്, നമ്മളെല്ലാം അവന്റെ മക്കളാണ്. Praise the Lord. Our God is a heavenly Father and we are his children. ഇവിടെ നമുക്ക് ഭയമല്ല, നമുക്ക് സ്നേഹമാണ്. Here it's not based on fear, but it's based on love. നമ്മൾ ഇന്ന് സ്നേഹം കൊണ്ടായി വന്നത്. We have come because we love Jesus. നമ്മൾ സ്നേഹം കൊണ്ടാണ് ഇന്ന് തിരക്കുകൾ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കാൻ വന്നത്. We have put aside all our activities and come to worship God because we love him. ആ സ്നേഹം കുറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും. As the love decreases, we go far from the Lord. ഇതാണ് നമ്മുടെ ഭക്തികേട് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. We have to understand this is what ungodliness is. നമ്മുടെ കർത്താവുമായുള്ള നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ട്? How far is our love for Jesus? കർത്താവ് പറയുന്നത് നിങ്ങൾ എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കണം. The Lord says you ought to love me more than everything else. എന്നാൽ അങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? Are you able to love Jesus like that? നമ്മൾ സ്നേഹിക്കേണ്ടത് കർത്താവിനെ മാത്രമാണ് സ്നേഹിക്കേണ്ടത്. We are supposed to love him alone. കർത്താവിന് വേണ്ടി മാത്രമാണ് ജീവിക്കേണ്ടത്. We are supposed to live for him alone. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. Number one priority, Jesus. നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചോണം. We ought to love him more. കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവയിൽ അധികമായി പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു? He asked Peter, do you love me more than these? ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു? Do you love me more than all these people? നമ്മൾ അവിടെ പറയുന്നുണ്ട് അഗാപ്പെ എന്ന വലിയ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. The Lord is talking about the agape love. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love me? ഇന്ന് പകൽ നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാൻ എന്നേക്കാൾ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന്? How many of us can say this? Lord, I love you more than I love myself. നമ്മൾ പാടുന്നുണ്ട് സ്നേഹിക്കുന്നെന്ന്. We do sing about love. ജീവിക്കാനാണ് പ്രയാസം. It is very hard to live like that. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് സ്നേഹിക്കുന്നെന്ന്. We do preach about love. ജീവിക്കാനാണ് നമുക്ക് It പ്രയാസം. is very hard to live like that. കർത്താവ് ഇവിടെ പറയുന്നത് ഞാൻ ശിക്ഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? The Lord is saying, do you know why I chastise you? എന്നെ സ്നേഹിച്ച് ജീവിച്ചു കാണിക്കണം. So that you love me and you show your love through your lifestyle and living. നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാം. I'm going to give you an analogy so that you understand how much you love Jesus. നിങ്ങൾക്ക് തിരക്ക് കൂടിയപ്പോൾ ആദ്യം എന്താണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്? Let me ask you, when you got very busy, what did you eliminate from your schedule? അതിൽ ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എപ്പോഴാണ് ഒഴിവാക്കിയത്? Out of that elimination, how many of them were one that was connected to Jesus? നിങ്ങൾ ആദ്യം ഒഴിവാക്കിയത് നിങ്ങൾക്ക് സ്നേഹക്കുറവുള്ള കാര്യങ്ങളായിരിക്കും. First, you eliminated things that you did not have enough love or disliked. നിങ്ങൾ ഏറ്റവും അവസാനം ഒഴിവാക്കാതെ വെച്ച ചിലതുണ്ട്, അതിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം. And the one that you held fast to without eliminating,
that is the one that you love the most. ഇതിൽ നിങ്ങൾ എവിടെയാണ് കർത്താവുമായുള്ള ബന്ധത്തിൽ ഒഴിവാക്കാതെ മാറ്റിവെച്ചത്? In relation to the Lord Jesus, which one is the one that you did not eliminate? ചിലർ പറയും, പാസ്റ്റർ അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ ദൈവത്തെ? Some people would ask, can we love God like that? 72 കോടി രക്തസാക്ഷികൾ നമ്മുടെ പക്ഷത്തുണ്ട്. Do you know how many millions of martyrs are there in this world? ആ രക്തസാക്ഷികൾ രക്തസാക്ഷിത്വം മരണം ഭരിച്ചതിൽ അവർക്ക് ഒന്നാം സ്ഥാനം ക്രിസ്തുവായിരുന്നു. Do you know why people gave their life, gave their blood to Jesus? Because Jesus was number one for them. ഞാനിവിടെ ORUവിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു പേരുണ്ട്, അലൻ ജോൺ ചൗവിൻ്റെ പേര്. I went to Oral Roberts University, and in that museum there is a name there, Alan Chow. 2018 ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോയത്. He was a man who was an American citizen who went from here to India. അദ്ദേഹം അവിടെ ആൻഡമാൻ നിക്കോബാറിലാണ് താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായത്. He went to an island, Andaman and Nicobar Islands, where there were cannibals, and he gave up his life for Jesus. തൻ്റെ അവസാന സമയത്ത് തൻ്റെ പേരൻസിന് എഴുതിയ കത്ത്, ഡയറി കുറിപ്പിൽ താൻ പറയുന്നത്, എൻ്റെ മാതാപിതാക്കളെ, ഞാൻ ഇന്ന് ആൻഡമാൻ നിക്കോബാറിലെ അസാധാരണക്കാരിൽ ഒരാളായി മാറാൻ പോകുന്നു, ഇനി ഒരിക്കലും ഞാൻ അമേരിക്കയിലേക്ക് തിരികെ വന്നില്ലെന്ന് വരാം. And his final note in his diary to his parents, he had written that I am here in Andaman and Nicobar Islands and I might never come back again. ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇവിടെ കൊടുത്താൽ നമ്മൾ മറുകരയിൽ കാണും. If I were to lay down my life here for Jesus, we will meet each other on that other shore. അലൻ ചൗ 27 വയസ്സുള്ളപ്പോൾ ആരെയാണ് സ്നേഹിച്ചത്? Alan Chow, he was only 27 years old, American kid. Who did he love the most? ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. The Holy Spirit is asking you this question this morning. ഇങ്ങനെ 72 കോടിയാണ് രക്തസാക്ഷികളായത്. You need to know that there are people like this, more than 72 million people. അവരുടെ എല്ലാം സ്നേഹം ക്രിസ്തുവായിരുന്നു. Their love was Jesus. ഈ ലോകത്തേക്കാൾ അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു. They loved Jesus more than the world. അവരുടെ ജീവനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. They loved Jesus more than their life. ഈ ലോകം അവർക്ക് കൊടുക്കുന്ന എല്ലാറ്റിലും അവർ ക്രിസ്തുവിനെ സ്നേഹിച്ചു. More than anything that the world had to offer, they loved Jesus more. നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നത്? What do we love more? കർത്താവിനേക്കാൾ നമുക്ക് എത്ര കാര്യങ്ങളെയാണ് നാം സ്നേഹിക്കുന്നത്. How many more stuff we love more than Jesus? ഞാൻ എൻ്റെ ഫാദറിനെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ കർത്താവിനെ സ്നേഹിച്ചത്. I had to say no to my dad and I loved Jesus. എന്നോട് ചോദിച്ചു, യേശു വേണോ എന്നെ വേണോ എന്ന് ചോദിച്ചു. My father, who was not a believer, gave me a choice. Do you want Jesus or do you want me? ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കർത്താവ് മതി എന്നാണ്. I said that I want Jesus. അന്ന് അദ്ദേഹം എന്നോടുള്ള ബന്ധം മറക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. Praise the Lord. When he cut off his relationship with me, the Lord embraced me. ഒരുപാട് ചെറുപ്പക്കാരൻ്റെ മുൻപിലൂടെ നിങ്ങളോട് ഞാൻ അല്പം കൂടി ലളിതമായ ഭാഷയിൽ ഒരു കാര്യം പറയാം. There are many young people before me. I want to make my language very simple for you. ഒരുപാട് പേര് നല്ല ഗാഢമായ അഫെയറുകളിൽ അകപ്പെടുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ പേരൻസിനെയൊക്കെ വിട്ടിട്ടാണ് ആരെയാണോ സ്നേഹിച്ചത് ആ ആളുടെ പുറകെ പോകും. You know, many young people, they fall in intimate relationship, intimate love with people, and they will discard their parents and they go after the person that they loved. അതിൻ്റെ പേരിൽ അവർ ജോലി കളയുന്നു, വീട് കളയുന്നു, എല്ലാം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയെ പ്രതി പോവുകയാണ്. And because of the love for that one person, they give up their job, they give up their background, they give up everything that the world has to offer. ഞങ്ങളുടെ രാജ്യത്തൊക്കെ ചിലർ ചെയ്യുന്നത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല, ഒന്നിച്ച് മരിക്കാമെന്ന് പറയുന്നവരുണ്ട്. In our place back home, those who cannot live together, they are willing to die together. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തിലെ ഒരു മനുഷ്യന് വേണ്ടിയൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒന്ന് ജീവിച്ചുകൂടാ? Let me ask you, if you can fall in love with a person in this world and willing to give up everything, can you not love Jesus like that?
അതിനുവേണ്ടി കർത്താവ് നമ്മെ ശിക്ഷിക്കുകയാണ്. Therefore, the Bible says, because He loves us, He disciplines us. കർത്താവ് തന്നെ സ്നേഹിക്കാൻ വേണ്ടി നമ്മെ ശിക്ഷിക്കുന്നു. The Lord, so that we love Him, He disciplines us. എന്തിന് കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നു? Why is He disciplining us? നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. When I say that the Lord disciplines us so that we would love Him, you would have a misconception. അടുത്തത് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. You have to read what is written next. ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ 4 സ്നേഹം കേറി വരും. If you cannot love Jesus the way that you need to love Him, 4 different kinds of love is going to enter into your life. ആ 4 സ്നേഹം വന്നാൽ നമ്മുടെ ആത്മീക ജീവിതം അവിടെ തകർന്നു പോകും. If that 4 love is going to come into your life, your spiritual life will be completely destroyed. അതിൽ ഒന്നാമത്തേതാണ് പ്രപഞ്ചമോഹം എന്നത്. And the first one there is the worldly lust. അതാണ് ഇവിടെ പറയുന്നത്, കർത്താവിന്റെ ദാസൻ പറയുന്നത്, പ്രപഞ്ചമോഹം നമ്മൾ കളഞ്ഞേ പറ്റുകയുള്ളൂ. That's why the man of God is saying you need to deny the worldly lust. എന്താണ് ഈ ലോകസ്നേഹം എന്ന് പറഞ്ഞാൽ? What is this love for the world? അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ അതുപോലെ തന്നെ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് കോസ്മിക്കോസ് എന്ന പദമാണ് അവിടെ വന്നിരിക്കുന്നത്. The Greek term that is used is kosmikos. അതിന് 3 രീതിയിൽ അർത്ഥവ്യാഖ്യാനമുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. There are 3 different meanings for it, and I'm going to highlight the third one. ലോകം ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ പാടില്ല. We cannot live like the world lives. ഈ ലോകത്തിനൊരു കൾച്ചറുണ്ട്. The world has its own culture. ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറുണ്ട്. Each country has its own culture. ഈ അമേരിക്കയ്ക്ക് ഒരു കൾച്ചറുണ്ട്. America has a culture. നമ്മൾ ആ കൾച്ചറിൽ ജീവിക്കേണ്ടവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. We have to ask ourselves, do we live after the culture of the place that we live in? ചിലർ ചിന്തിച്ചിരിക്കുന്ന കർത്താവ് വന്നത് കൾച്ചർ മാറ്റാനല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. There are people who think that Jesus did not come to change the culture. കർത്താവ് കൾച്ചർ മാറ്റാനല്ല വന്നത്. Jesus did not come to change the culture. പുതിയ കൾച്ചർ തരാനാ വന്നേ. Jesus came to give us a new culture. നമ്മൾ അതുകൊണ്ട് ഈ ലോകത്തിന്റെ കൾച്ചറിൽ ജീവിക്കേണ്ടവരല്ല, സ്വർഗീയ കൾച്ചറിൽ ഇവിടെ ജീവിക്കേണ്ടവരാണ്. We cannot live according to the worldly culture, but we ought to live according to the heavenly culture. ചിലർ ചോദിക്കുന്നു, ഇവിടെ സോഷ്യൽ ഡ്രിങ്കിങ് ഈ നാടിന്റെ ഒരു കൾച്ചറാണ്. Some people would say that drinking or social drinking is a culture of this land. ചിലർ ചോദിക്കുന്നു, അത് ചെറുത് കഴിക്കുന്നത് പ്രശ്നമുണ്ടോ? Some people ask, is it okay to just have a small peg? 5 രൂപ മോഷ്ടിച്ചാലും $5 മോഷ്ടിച്ചാലും കള്ളനാണ്, $1 million മോഷ്ടിച്ചാലും കള്ളനാണ്. If you steal $5 or you steal $1 million, it's all considered as robbery. ഇത്രയും കടിച്ചാലും കുടിയനാണ്, ഇത്രയും കടിച്ചാലും കുടിയനാണ്. If you take a small peg or you take a big glass, it's all the same. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് മദ്യപാനം പാപമാണെന്ന്. The Bible says being drunk is sin or alcohol. മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ അവകാശമാകത്തില്ല. The drunkard shall not enter into the kingdom of അതുകൊണ്ട് God. സോഷ്യൽ ഡ്രിങ്കിങ് പാപം തന്നെയാണ്. Therefore, social drinking is sin. അത് നരകത്തിൽ കൊണ്ടുപോകും. It will eventually take you to hell. അത് ഈ നാടിന്റെ കൾച്ചറാണ്. That is the culture of the land. പക്ഷെ നിന്നെ ആക്കിയത് വേറൊരു കൾച്ചറിൽ ഇവിടെ ജീവിക്കണം. God has placed you so that you live in a different culture. കർത്താവിന്റെ കൾച്ചറിൽ വേണം ജീവിക്കാൻ. You have to live according to the culture of the Lord. നമ്മളെ കർത്താവ് എന്തിനാ വിളിച്ചത്? Why did God call us? നമ്മൾ ആരാണ്? Who are we? നമ്മൾ ക്രിസ്തുവിന്റെ അംബാസഡേഴ്സ് ആണ്. We are the ambassadors of Christ. ഈ അമേരിക്കയ്ക്ക് അംബാസഡേഴ്സ് ഉണ്ട്, വിവിധ രാജ്യങ്ങളിലുണ്ട്. American ambassadors are in different nations. ഞങ്ങളുടെ ഇന്ത്യയിലും ഇവിടുത്തെ അംബാസഡർ ഉണ്ട്. The American ambassador, there is an ambassador in India also. അദ്ദേഹം അവിടെ ജീവിക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറിലല്ല, അമേരിക്കൻ കൾച്ചറിലാണ്. He does not live in India according to the Indian culture, but according to the American culture. അല്ലാതെ ഞങ്ങളുടെ അവിടുത്തെ ഫെസ്റ്റിവൽ എല്ലാം കൂടെ അദ്ദേഹം ആഘോഷിക്കുന്നില്ല. He is not celebrating all the festivals of India. അവിടെ വന്ന് ദീപാവലിക്ക് പടക്കമൊന്നും താൻ പൊട്ടിക്കാറില്ല. He does not go out bursting firecrackers during Diwali. താൻ അവിടെ ജീവിക്കുന്ന അമേരിക്കയുടെ കൾച്ചറിലാണ്. He lives according to the standards and the culture of this country. അദ്ദേഹത്തിലൂടെ അമേരിക്കയാണ് മനസ്സിലാകുന്നത്. He represents or exhibits
American values. നമ്മളിവിടെ ജീവിക്കുന്നത് കർത്താവിനെ വെളിപ്പെടുത്താനാണ്. We are on this earth to exhibit godly values and to exhibit Jesus. നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിങ്ങളിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. In the workplace that you are in, you have to exhibit Jesus. നിങ്ങൾ ആയിരിക്കുന്ന സ്കൂളുകളിൽ നിങ്ങളിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തണം. In your school, colleges, you have to exhibit Jesus through your life. ഈ രാജ്യത്ത് നിങ്ങളിലൂടെയാണ് കർത്താവിനെ അറിയേണ്ടത്. This world, this land should know Jesus through you. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണ്. The Bible says we are the epistles or the letters of Jesus. നമ്മളിലൂടെ വായിച്ചവർ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. They ought to read us and know who Jesus is. നമ്മളാണ് ഈ ലോകത്തിന്റെ കൾച്ചറുകളെ മാറ്റേണ്ടത്. We are the ones who need to transform or change the culture of the world. ഈ ലോകത്തിന്റെ മേഖലകളിലെ പാപത്തിന്റെ സ്വഭാവങ്ങളെ തിരുത്താൻ നാമാണ് മോഡലുകളാകേണ്ടത്. God wants you and me to be a model so that we can correct the corruption of this age. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നത് നമ്മൾ ലോക സ്നേഹത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. Here the Bible says God punishes us, chastises so that we would not become people who love the world. രണ്ടാമത് ദൈവസ്നേഹം പോയാൽ കയറി വരുന്ന സ്നേഹം 2 തിമോത്തി 3:1, 2, 3, 4, 5 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the second thing that enters into our lives when God's love goes down is recorded in 2 Timothy chapter 3 verse 1 and 2. 1 to 5. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന ലോകസ്നേഹം ഒരുവനിലേക്ക് കയറി വരുന്നു. The worldly love enters into our life. ദൈവസ്നേഹം കുറയുമ്പോൾ ലോകസ്നേഹം കയറുന്നു. When God's love goes down, worldly love enters us. യാക്കോബ് പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്നാണ്. James says the love of the world is enmity with God. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അകത്ത് കയറുമ്പോൾ ദൈവത്തോട് നമ്മൾ ശത്രുവാകുകയാണ്. So when the worldly love enters us, it is enmity with God. We become enemies of God. അതുകൊണ്ട് കർത്താവ് ദൈവസ്നേഹം നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. So God desires that the love that we have for Jesus should not be lost. രണ്ടാമത് ദൈവസ്നേഹം മാറിയാൽ കയറി വരുന്ന സ്നേഹം സ്വസ്നേഹമാണ്. If God's love is taken out, it is replaced by love for self. അത് 2 തിമോത്തി 3:2 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. It is written very clearly there. അവിടെ പറയുന്നു സ്വസ്നേഹം വരുന്നു എന്നത് കൃത്യമായി പറയുകയാണ്. Lovers of themselves. നമുക്ക് നമ്മളെ മാത്രമേ ഇഷ്ടമുള്ളൂ. We only like ourselves. എന്റെ കാര്യം എന്നത് മാത്രമാകുന്നു ചിന്ത. We are only interested about ourselves. നമ്മുടെ വിഷയങ്ങൾ മാത്രമാണ് പിന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വരിക. What is concerning us is only what is about us. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയാണ്. We live for ourselves. നമ്മുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയാണ്. We pray for ourselves. പണം നമുക്ക് വേണ്ടിയാണ്. Our money is for ourselves. എല്ലാം എനിക്ക് വേണ്ടി. Everything self-centered. ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഈ സ്വസ്നേഹം കയറി വരുന്നു. When you lose God's love, you become lovers of self. അടുത്തത് ഇവിടെ പറയുന്നുണ്ട് ദ്രവ്യ സ്നേഹം കയറി വരുന്നു. The next thing the Bible says, you become lovers of money. ദൈവസ്നേഹം നഷ്ടപ്പെട്ടാൽ പണസ്നേഹം കയറി വരും. If you lose the love of God, the love for money would creep in. ഇത് വലിയ അപകടമാണ്. It's very dangerous. വേദപുസ്തകത്തിൽ ക്ഷമിക്കപ്പെടാത്ത പാപത്തിന്റെ ലിസ്റ്റിലാണ് ദ്രവ്യാഗ്രഹം ഉള്ളത്. Do you know that in the Bible there are some sins that cannot be forgiven, and one of them is love for money? വേദപുസ്തകത്തിൽ ഒരിക്കലും മടങ്ങി വരാൻ അവസരം കിട്ടാതെ പോയതെല്ലാം ദ്രവ്യാഗ്രഹത്തിൽ വീണവരാണ്. People who did not get an opportunity to repent and come back were people who were lovers of money in the Bible. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? What are you praying for? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? What is your goal? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്? Why are you fasting? എല്ലാം പണമാണ്. Everything is money? അതൊന്ന് മാറിയിട്ട് ദൈവസ്നേഹത്തിലേക്ക് വരിക. Can you come back to the love of God? ഇന്ന് ദ്രവ്യാഗ്രഹികളെ കൊണ്ട് സഭകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Churches are being filled with people who love money. അധികാരമോഹികളെ കൊണ്ട് സഭ നിറഞ്ഞുകൊണ്ടിരിക്കുക. The churches are being filled with people who are craving for authority. കാരണം ദൈവത്തെക്കാൾ അവർക്ക് ഇവിടെ ചിലത് വേണമെന്ന് ആഗ്രഹമാണ്. Because more than God, they want something here.
നാലാമത് ഒരാളിലേക്ക് കയറി വരുന്നത് പ്ലഷറിനെ 4-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു. ലവ് പ്ലഷർ അല്ലേ? 2 തിമോത്തി Lovers of pleasure. ഭോഗപ്രിയർ, സുഖലോലുപതയെ സ്നേഹിക്കാൻ തുടങ്ങും. People who are lovers of pleasure than lovers of God. ദൈവസ്നേഹം പോകുമ്പോൾ 4 സ്നേഹം കയറി വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? Do you see 4 love creeping in when God's love goes down? 1 ലോകസ്നേഹമാണ്, Worldly love, 2 സ്വസ്നേഹമാണ്, self-love, 3 പണസ്നേഹമാണ്, love for money, 4 സുഖലോലുപതയോടുള്ള സ്നേഹമാണ്. lovers of pleasure. നിങ്ങൾ ഇതിൽ എന്തിനു വേണ്ടിയൊക്കെയാ കാത്തിരിക്കുന്നത്? Let me ask you, which one are you focusing on? നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇതിൽ ഏതൊക്കെയാ ഉള്ളത്? Which one of this is in your prayers? കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? The Lord is asking, do you love me? എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തറയ്ക്കുന്നു എന്ന്. I know that this is going inside into your spirit. പക്ഷെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. God loves us. ഈ 4 സ്നേഹം നമ്മളെ തകർക്കുന്നതാണ്. This 4 love will destroy our life. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ശിക്ഷിക്കും. Because that you love me, I'm going to discipline you. നീ എന്നെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയാണ്. I want you to love me and me alone. എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. You should only love me. എന്റെ സ്നേഹം കുറഞ്ഞാൽ അത് നിനക്ക് അപകടമാണ്. If your love for me goes down, that is very dangerous for you. കർത്താവ് എല്ലാം നന്മയാക്കി മാറ്റുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. We say that God will turn everything for good. പക്ഷെ ആർക്കാണ് നന്മയാക്കി മാറ്റുന്നത്? For who is that applicable? റോമാലേഖനം 8:28 നമ്മൾ വായിക്കുന്നുണ്ട്. We read that in Romans 8:28. കർത്താവ് സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. The Bible says God will turn everything for good. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, Only for those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് Only മാത്രമാണ്. for those who love God. അതുകൊണ്ട് ഇന്ന് പകൽ പറയാൻ പറ്റണം, ഞാൻ എല്ലാറ്റിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നു. Therefore you should say, Lord, I love Jesus more than anything else. നമ്മൾ 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്, ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. In 1 Corinthians 2:9 it says that God do care for us. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല. No eyes have been seen. ആർക്ക് വേണ്ടിയാണ് കരുതുന്നത്? What is it? No eyes have seen what God is doing for us, preparing for us. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. For those who love him. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുക. You should start to love Jesus. കർത്താവിനെ സ്നേഹിക്കുന്ന തരത്തിൽ ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. May you have an encounter where you would start to love Jesus. ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്കൊരു പുതിയ പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ നൽകുകയാണ്. I'm going to give you a new prayer topic as the year ends. കർത്താവേ, എനിക്ക് അങ്ങയെ സ്നേഹിക്കുന്ന തരത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. Lord, I should have an encounter so that I would love you. എനിക്ക് എല്ലാറ്റിലും വലുതായിട്ട് അങ്ങ് മാറണം. You should become number 1 for me. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങയെ സ്നേഹിക്കാൻ പറ്റണം. I want to love you more than anyone else. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണം. You should have such an experience. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് മാറാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. The Lord desires that you would have such an experience. കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നതിന്റെ 4ാമത്തെ ഉദ്ദേശം കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ Fourth പോകുന്നു. reason why God disciplines us. അത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നാണ്. 11:31-32 വാക്യമാണ്. 1 Corinthians chapter 11 verse 13 and 14. 31. 31-32. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. The Bible says if we would judge ourselves, we would not be judged. നാം വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക. But when we are judged, we are chastened by the Lord that we may not be condemned with the world. കർത്താവ് പറയുന്നു, ഞാൻ ശിക്ഷിക്കുന്നു. Here the Bible is clear. The Lord says, I chastise. എന്തിനാണ് കർത്താവ് ശിക്ഷിക്കുന്നത്? Why is it that God chastises? ലോകത്തോടു കൂടെ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. The Lord does not want his children to be condemned with the world. ഈ ലോകത്തെ വിധിക്കുന്ന വിധി എന്ന് പറയുന്നത് അന്ത്യന്യായ വിധിയാണ്. The world is going to be judged. That is the final judgment. ആ ജഡ്ജ്മെന്റിൽ നമ്മൾ അകപ്പെടരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. God desires that none of us should be present for that judgment. കാരണം ആ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ആരും സ്വർഗത്തിലോട്ട് പോവുകയില്ല. After that great white throne judgment, nobody goes to heaven. അത് കഴിഞ്ഞാൽ എല്ലാവരും നരകത്തിലാണ് പോകുന്നത്. Everybody goes to hell.
പക്ഷെ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Do you understand the love of Jesus? കർത്താവ് ക്രൂശിൽ ചെയ്തതിന്റെ ഒരു വലിയ പദ്ധതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. What has been accomplished on the cross is written. കർത്താവ് പറയുന്നത്, എന്റെ മക്കൾ നരകത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I do not desire that any of my children will end up in hell. എന്റെ മക്കൾ നരകത്തിൽ പോകാതിരിക്കാനാണ് ഞാൻ ശിക്ഷിക്കുന്നത്. I discipline and I chastise and I punish so that my children will not go to hell. നമ്മളോട് കർത്താവ് പറയുന്നുണ്ട്, നരകത്തിൽ പോകാതിരിക്കാനാണ് ഞാൻ ജീവൻ തന്നത്. He is saying that I gave my life for you so that you will not perish. ഈ ലോകത്തിൽ നിങ്ങൾ എന്നെ മാത്രം സ്നേഹിക്കണമെന്നാണ് ഞാൻ I ആഗ്രഹിക്കുന്നത്. desire that you love me more. പക്ഷെ നീ എന്നേക്കാൾ മറ്റു പലതിനെ സ്നേഹിക്കുന്നു. Because you love me more than other things more than me. ഞാൻ നീ പാപം വിട്ട് എന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ജീവൻ പോലും ഞാൻ തന്നത്. I gave my life for you so that you will give up this sin and live with me. പക്ഷെ എന്നേക്കാൾ നീ പാപത്തെ സ്നേഹിക്കുകയാണ്. Because you love sin more than me. നീ പാപത്തെ മാത്രം ഇഷ്ടപ്പെടുകയാണ്. You desire for sin. ഇങ്ങനെ പോയാൽ നീ നരകത്തിൽ പോകും. If you go this way, you will end up in hell. പക്ഷെ ഞാനൊരു പിതാവാണ്. I am a father. അതുകൊണ്ട് എനിക്ക് നിന്നെ നരകത്തിൽ കളയാൻ വയ്യ. I don't want to discard you so that you perish. പക്ഷെ നീ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. You are not understanding my love. നീ ഇപ്പോഴും പാപത്തിലാണ്. You are still in നീ sin. ഇപ്പോഴും പാപം ചെയ്യുകയാണ്. You're still sinning. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. The Lord says, I'm loving you. അതുകൊണ്ട് എന്റെ സ്നേഹം അറിഞ്ഞ് നീ പാപത്തെ വിടുക. Therefore, understand my love and discard sin. സഭാ ഹോളി വണ്ണും മൊബൈൽ നോക്കുന്നവരുണ്ട്. There are people who come to church and they are constantly on their phone. ആലയത്തിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നവരുണ്ട്. There are people who come to church during worship service, they are on Instagram. ആലയത്തിൽ വന്നിട്ടും ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നവരുണ്ട്. There are people who are in the service but they are chatting on Facebook. ഇവിടെ വന്നിട്ട് ന്യൂസ് റീഡ് ചെയ്യുന്നവരുണ്ട്. There are people who come to church and during the service they read the news. മഹാദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. The mighty almighty one is here among us. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു കോൺഫറൻസിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമോ? Would you sit like this with this attitude in a conference where the American president is present? അദ്ദേഹത്തിന്റെ ഒരു പ്രീച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമോ? If he were to address us this morning, would you be on Instagram? ഇതൊക്കെ കണ്ടിട്ട് ദൈവം മൗനമായിരിക്കുമ്പോൾ മറക്കരുത്, ദൈവം പറയുന്നു, നിന്നെ ഞാൻ നരകത്തിൽ വിടുകയില്ല. When God sees these kind of activities in our lives, don't forget, God is saying, I don't want to lead you to hell. എന്ന് കരുതി പാപത്തിൽ ജീവിക്കുന്ന നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നല്ല അതിന്റെ അർത്ഥം. It does not mean those of us who live in sin will go to heaven. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാൾ നല്ലത് പിശാച് തന്നെയാണ്. You know, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. I'll give you the clarity. What I made a statement that sometimes Satan is better than us. സാത്താൻ പാപം ചെയ്തില്ല, ട്രൈ ചെയ്തതേ ഉള്ളൂ. Satan only thought about exalting his throne. Pride entered into his heart. ഉള്ളി കയറാൻ ശ്രമിച്ചതേ ഉള്ളൂ, ശ്രമിച്ചില്ല. ഉള്ളി മനസ്സിൽ ചിന്തിച്ച് ഞാൻ മേളിലൊന്ന് കയറി ഇരുന്നാ കൊള്ളായിരുന്നു. Satan only thought in his heart, Lucifer thought in his heart that I want to exalt my throne above the throne of God, but he did not actually do it. ആ ഒരു പാപം ചെയ്യാത്തവനെ വെട്ടിക്കളഞ്ഞിടത്താണ് നമ്മൾ ഇരിക്കുന്നത്. You have to understand that he did not do that act. He thought about that act and God cut him off. ആ കർത്താവ് നമ്മളോട് മൗനമായിട്ടിരിക്കുമ്പം അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന കാര്യം മറക്കരുത്. Don't forget, when God see us in that kind of sin and God is silent, it is only because he loves us. ആ സ്നേഹത്തെ ദുരുപയോഗം ചെയ്യരുത്. Don't misuse that love. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പിശാചിനെ വെട്ടിയിടത്താണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. Don't forget, God is saying that I've cut off Satan and now you are there. Don't forget that. പിശാച് പറയുന്നത്, ഞാൻ പാപം പോലും ചെയ്തില്ല, അവരാണ് ചെയ്തതിന് കയ്യുമില്ല കണക്കുമില്ല, എത്ര അവർക്ക് പോലും പറഞ്ഞുകൂടാ. Satan is saying, I did not commit that act of sin, but these guys, they don't even know how many sins they have committed. അതുകൊണ്ട് നമുക്ക് ഇളവ് തന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ല. Therefore, try to understand, God is not going to wink at our sin and give us a free pass into heaven. അങ്ങനെ കയറ്റിവിട്ടാൽ പിശാച് പറയും, എന്നെ ആദ്യം കയറ്റണമെന്ന്.
If God were to do that, Satan will say, I should be the first one to enter there. കാരണം ഞാൻ ചെയ്തു പോലുമില്ല. Because I did not even do it. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But we are in sin. പക്ഷേ കർത്താവ് പറയുന്നു, പിശാചേ, നിന്നേക്കാൾ എനിക്ക് എന്റെ മക്കളോടാണ് സ്നേഹം. But the Lord is saying, I love my children. അതുകൊണ്ട് അവർക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടല്ല ഞാൻ ആ സ്നേഹത്തെ കാണുന്നത്. My love is not so that they have a permit and a license to sin. ഞാൻ അവരെ എന്റെ ബാലശിക്ഷയിലൂടെ ഞാൻ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. I am going to chastise them, discipline them, punish them, and lead them into my presence in heaven. അവർ പാപത്തെ വിടുന്നത് വരെ ഞാൻ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. I will continue to chastise them till they give up on their sin. നരകത്തിൽ പോകാതിരിക്കാൻ കർത്താവ് നമ്മെ ശിക്ഷിക്കും. God will discipline us so that we don't land up in hell. രണ്ട് വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം, നിങ്ങൾക്കത് ധ്യാനിക്കാൻ കഴിയും. I want you to read two verses which I want you to meditate on. മത്തായി 5:29-30 വാക്യങ്ങളാണ്. Matthew chapter 5 verse 29 and 30. അവിടെ എഴുതിയിരിക്കുന്ന, നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളാ. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാണ്. നിന്റെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളാ. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമാണ്. Can you display that verse, please? Matthew chapter 5 verse 29. If your right eye causes you to sin, pluck it out and cast it from you. For it is more profitable for you that one of your members perish than for your whole body to be cast into hell. And if your right hand causes you to sin, cut it off and cast it from you. For it is more profitable for you that one of your members perish than for your whole body to be cast into hell. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. Do you understand what it means? കർത്താവ് പറയുന്നു, നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിന്റെ അവയവം നശിക്കുന്നതാണ്. The Lord is saying it is better that you lose a part of your body rather than you ending in hell. നമ്മളെ സൃഷ്ടിച്ച ട്രൈക്കോട്ടമിക്കായിട്ടാണ്, ദേഹം ദേഹി ആത്മാവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. You know, we are a trichotomy being, spirit, soul and body. നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ശിക്ഷിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. What the Bible says is so that our spirit doesn't end up in hell, the Lord will discipline us. ആ കർത്താവിന്റെ ശിക്ഷ വരുന്നത് ഇവിടെ കണ്ടോ, നമ്മുടെ അവയവങ്ങളെ നശിപ്പിക്കുകയാണ്. Here it's written that the parts of our body is being eliminated. ഇപ്പോൾ നമ്മുടെ ഇടയിൽ സർജറികൾ നടക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand why surgery takes place? നിങ്ങളുടെ മുഖം വാടുന്നെന്ന് എനിക്ക് മനസ്സിലായി. I know your face is downcast now. കർത്താവ് പറയുന്നു, നിന്റെ അസ്ഥി ഓടിച്ചിട്ടാണെങ്കിലും ഞാൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. The Lord is saying, even if I have to break your bone, I want to take you to heaven. നിനക്ക് ബ്രെയിൻ ട്യൂമർ തന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. Even if you were to have a malady or a sickness like brain tumor, I want to take you home. നിന്റെ കിഡ്നി എടുത്ത് കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. Even if your kidney is taken out, I want to take you to heaven. നമ്മൾ തീരുമാനിക്കണം എങ്ങനെ പോകണമെന്ന്. We have to decide how we want to go. ആരോഗ്യത്തോടെ ജീവിച്ചു പോകണോ, അവയവം എടുത്ത് കളഞ്ഞിട്ട് പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. We have to make up our mind. Do we want to be healthy and reach heaven? Or the Lord eliminates certain things from our life and then we reach heaven? കർത്താവ് എന്തിനും തയ്യാറാണ്. The Lord is willing for anything. കർത്താവ് പറയുന്നത്, എനിക്ക് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയേ പറ്റൂ. I want to take you to heaven. അത് നമുക്ക് നല്ലൊരു തീരുമാനം ഞാൻ പറഞ്ഞു തരാം. I will tell you the best choice, option. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. Seek ye first the kingdom of God and his righteousness. ഒന്ന് പാപത്തെ നമ്മൾ വിടുക. Leave sin. ലോകത്തെ നമ്മൾ വിടുക. Leave the world. കർത്താവിനെ മാത്രം സ്നേഹിക്കുക. Love Jesus. കർത്താവിന് വേണ്ടി ജീവിക്കുക. Live for Jesus. എങ്കിൽ കർത്താവ് വേണ്ടതെല്ലാം തരും. The Lord will give us everything that we need. എവിടെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നുവെങ്കിൽ ഉടനെ നമ്മുടെ ജഡത്തിൽ കർത്താവിന്റെ കരം വരും. If we are distancing ourselves from Jesus, immediately the hand of the Lord will be extended upon our body. കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളൊന്ന് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. I want children to look at me. കർത്താവ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. I will tell you, I will break it down for you. കർത്താവ് പറയുന്നു, നീ ദൈവഹിതമല്ലാത്തതൊന്നും കാണരുത്.
The Lord says you should not be watching things that are not the will of God. നീ വെബ് സീരീസ് കാണരുത്. വെബ് സീരീസ്, Web series, don't watch web series. പോൺ നീ കാണരുത്. You should not watch porn. നീ ഈ കോമഡി ഒന്നും കാണരുത്. This kind of comedy you should not watch. സിനിമ കാണരുത്. You should not watch the cinema. നമ്മൾ പറയുന്നത് കാണാതിരിക്കാൻ പറ്റത്തില്ല. We say that we cannot but watch these things. കർത്താവ് പറയുന്നു കാണാൻ പാടില്ല. The Lord says don't watch കണ്ടാൽ നരകത്തിൽ പോകും. because you go to hell. നമ്മൾ പറയുന്നത് എനിക്ക് കാണാതിരിക്കാൻ വയ്യ. We are saying that I cannot but watch. അപ്പൊ സ്വർഗത്തിൽ എന്താ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Do you know what heaven is saying? പിതാവായ ദൈവം പറയുകയാണ് കോടാലി കൊണ്ട് ഇതിനെ വെട്ടിക്കളയാം. Heavenly Father says use the axe, cut it out. പാപത്തിൽ ജീവിക്കുന്നതിനെ വെട്ടിക്കളയാം. Father says that those who live in sin should be cut off. പക്ഷേ ഒരാൾ മാത്രം നമ്മെ സ്വർഗത്തിൽ സ്നേഹിക്കുന്നുണ്ട്. There is one who loves us. നമ്മുടെ കർത്താവാണ്. That's our Lord Jesus. അപ്പൊ കർത്താവ് പറയുന്നു പിതാവേ എനിക്ക് ജീവനേക്കാൾ വലുതാണ്. The Lord Jesus is saying they are to me more than my life. എനിക്ക് ഇവരെ കളയാൻ വയ്യ. I cannot discard them. എനിക്ക് ഇവരെ കളയാൻ മനസ്സില്ല. I don't have a desire to leave them or forsake them. അപ്പോൾ പിതാവ് എന്താ പറയുന്നതെന്ന് Do അറിയാമോ? you know what the Father says? ആ പാപം അവർ ഒഴിവാക്കുന്നില്ലല്ലോ. They are not eliminating that lifestyle of sin. ഇങ്ങനെ പാപം ചെയ്താൽ നരകത്തിൽ പോകില്ലേ? If they continue in sin, they will go to hell. കർത്താവ് പറയുന്നു കണ്ണുള്ളത് കൊണ്ടാ പാപം ചെയ്യുന്നേ. കണ്ണ് പൊട്ടിച്ചാ പിന്നെ എന്റെ കുഞ്ഞ് പാപം ചെയ്യത്തില്ല. The Lord says, listen, he is committing sin with his eyes because he has an eye. If I were to take his eye off, then he will not do that sin. അങ്ങനെ കണ്ണ് മാത്രം പൊട്ടിക്കുന്നു, സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. And takes the eye off, but takes them to heaven. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Do you understand the analogy? നമ്മൾ പാപം ചെയ്യാൻ നിന്നാൽ ആ പാപം ചെയ്യുന്ന അവയവത്തെ നശിപ്പിച്ച് കളയും. The sin that you commit with your body, that organ or that part of your body is taken out so that you reach heaven. നിങ്ങളുടെ ഏത് അവയവത്തെ തൊട്ടാൽ നിങ്ങൾ ആത്മീകരാകുമെന്ന് കർത്താവിന് അറിയാം. The Lord knows where to touch, which part of your body should be touched so that you will come back to spirituality. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആക്സിഡന്റുകളോ ഓപ്പറേഷൻസോ നടന്ന് അതിന് മുൻപും പിൻപും അവരുടെ ആത്മീയതയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. Do you look at people before their surgery, after their surgery? There is a difference in their spirituality. അത് കഴിയുമ്പോൾ അവർ പറയുന്നതാണ് ഇനി ഞാൻ കർത്താവിന് വേണ്ടിയായിരിക്കും. And after that they will say, I will live for Jesus. ഞാൻ ചോദിക്കുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ തീരുമാനിക്കാൻ പോയത്? അതിന് മുൻപേ നിങ്ങൾക്ക് തീരുമാനിച്ചാൽ പോരായിരുന്നോ? I would ask people that why do you make such a decision after the surgery? Why not before the surgery? ഇത് നിങ്ങൾ വിഷമിക്കാനല്ല ഞാൻ പറയുന്നത്. I am not saying this to give you a hard time. കർത്താവിന്റെ സ്നേഹമാണിത്. I am showing you how God loves us. നമുക്കൊരു അവയവം നഷ്ടപ്പെടുന്നതാണ് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. To us, if we lose an organ or a part of our body, it's a big issue for us. കർത്താവ് പറയുന്ന അവയവമല്ല, എനിക്ക് നീയാ വലുത്. God is saying it's not the organ or the part of your body. I love you more. നിന്നെ എനിക്ക് സ്വർഗ്ഗത്തിൽ I കൊണ്ടുപോകണം. want to take you to heaven. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവനാ തന്നത്. I gave my life for you. എനിക്ക് നിന്നെ ഇനി കളയാൻ പറ്റത്തില്ല. I cannot leave you. നീ സ്വർഗ്ഗത്തിൽ വന്നേ പറ്റത്തുള്ളൂ. I want you to be in heaven. അതുകൊണ്ട് ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. I love you so much. അതുകൊണ്ട് നീ എന്നേക്കാൾ സ്നേഹിക്കുന്നതിനെ ഞാൻ നിന്നിൽ നിന്ന് എടുത്തു കളയും. Therefore, anything that you love me more than me, I would eliminate that from you. കർത്താവിന്റെ ശിക്ഷ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Now do you understand the discipline, the punishment, the chastisement of the Lord? ഇന്ന് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. Shall we love Jesus? ഇന്ന് കർത്താവിനെ സ്നേഹിക്കാൻ ഒരു തീരുമാനമെടുക്കണം. Can we make a decision, Lord, I will love you? ഈ വർഷം ചിലരുടെ ജീവിതത്തിലെ അവസാന വർഷമാണ്. I want to tell you this year might be the last year of someone here. കാരണം കർത്താവ് സ്നേഹത്തിൽ ശിക്ഷിക്കുകയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. Don't forget that Jesus loves us and he chastises. കർത്താവിനെ മാത്രമേ സ്നേഹിക്കാവൂ. Love only Jesus. പാപത്തിന്റെ പുറകെ പോകരുത്. Don't go after sin. കർത്താവ് നിങ്ങളെ ശിക്ഷിക്കാനിടയാകും. If you go after sin, the Lord will chastise you. കർത്താവിനെ മാത്രം സ്നേഹിക്കാൻ നിങ്ങൾ ഇന്ന് കൃപ പ്രാർത്ഥിച്ച് പ്രാപിക്കണം. You should receive that grace to love Jesus alone. എല്ലാ കണ്ണുകളും അടയട്ടെ. Every eye closed. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാമോ? Can you rise before the Lord?
ഒന്ന് സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? Are you able to submit yourself to the Lord? ഇടത്തും വലത്തും നിൽക്കുന്നവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട. Don't look at the person who's standing next to you. കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ? Can you pray to the Lord? കർത്താവേ, എനിക്ക് അങ്ങനെ ഒന്ന് സ്നേഹിക്കണം. Lord, help me to love you like that. എനിക്ക് ഈ ലോകത്തിലുള്ള മനുഷ്യരെയൊക്കെ എനിക്ക് സ്നേഹിക്കാൻ പറ്റി. I am able to love the people in this world, പക്ഷെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയില്ല. but I am not able to love you the way that you want me to. കർത്താവേ, എനിക്ക് അങ്ങയെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണം. Lord, help me to have a heart that would be able to love you. കർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സ്. A heart that would only love Jesus. എനിക്ക് ഈ പാപത്തെ വിടാൻ പറ്റുന്നില്ല. I am not able to discard this sin. എനിക്കറിയാം ഇത് തെറ്റാണെന്ന്. I know it is wrong. പക്ഷെ എനിക്ക് ഇതിലൊരു വിടുതൽ വേണം. I need a deliverance from this. എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ ഇന്ന് വേണം. I want a deliverance from this. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ അങ്ങനെ? Can you pray? കർത്താവ്, എനിക്ക് അങ്ങനെ ഒരു വിടുതൽ വേണം. Lord, I want a deliverance like that. ചില അഡിക്ഷൻസ് ഇന്ന് മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. Lord wants to take off some addictions out of your life. ഇന്ന് പകൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? Can you pray? കർത്താവ്, എനിക്കൊരു വിടുതൽ വേണം. Lord, I want a deliverance. പാപം പലപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. Lord, sin is influencing me. ഇന്ന് ആ പാപത്തിന്റെ ചങ്ങലകൾ ഇന്ന് പൊട്ടിമാറണം. Lord, those shackles of sin should be broken today. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? How many of you would like that? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ പ്രേരണയുള്ളവരെ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കുക. Those who say that I need prayer, can you lift your hands up? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. Pastor, would you please pray for me? എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോളുക. All eyes closed. കർത്താവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. The Lord is going to touch you. ഒരു വലിയ സ്നേഹത്തിന്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. The hand of love is going to touch you. കർത്താവിന്റെ സ്നേഹത്തിന്റെ കരം തൊടാൻ പോവുകയാണ്. The hand of love will touch ഈ you. ഉയർത്തിയ കരങ്ങളെ കർത്താവ് തൊടുകയാണ്. The Lord is touching you. അസാധാരണമായ ഒരു വിടുതൽ ഇന്ന് പകൽ സംഭവിക്കുകയാണ്. Oh, the Lord is sending a deliverance into your life so that you can love Him ചില more. അവയവങ്ങളെ കർത്താവ് ഇന്ന് വിടുതലിലേക്ക് കൊണ്ടുവരികയാണ്. The Lord is bringing some parts of your body into deliverance. തീരുമാനമെടുക്കുന്ന ചിലരുടെ ശരീരത്തിൽ കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നുണ്ട്. The hand of the Lord is coming down on people who are making such decisions. ആ വിശുദ്ധിയുടെ തീരുമാനമെടുക്കുമ്പോൾ തന്നെ അവയവങ്ങളിൽ ബാധിച്ച കർത്താവിന്റെ ആ വേദനയുടെ കരം മാറിപ്പോവുകയാണ്. Jesus, even as you are making a decision to love Jesus, to live a holy life, the hand of the Lord that came against you upon your body is lifting it up. കർത്താവിനെ സ്നേഹിക്കും എന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. Even as you are making a decision that I will love Jesus, God is taking off some malady, sickness from your body. യേശുവിന്റെ നാമത്തിൽ In അത്ഭുതം സംഭവിക്കുകയാണ്. Jesus' name. ഒരു വലിയ അത്ഭുതം ഇന്ന് സംഭവിക്കുന്നു. Let there be a miracle now. ഇന്ന് വന്നതുപോലെ നിന്നെ മടക്കി അയക്കുന്നില്ല. God does not want you to go back the way you came. ആ തീരുമാനമെടുക്കുന്നവരുടെ മേൽ വലിയൊരു ദൈവ പ്രവൃത്തി Oh, the നടക്കുകയാണ്. work of God is being manifested on those who make that decision. യേശുവിൻ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. In Jesus' name. ആ രോഗങ്ങൾ മാറുകയാണ്. That sickness departs. ആ അഡിക്ഷൻസ് മാറുകയാണ്. That addiction is broken. യേശുവിൻ നാമത്തിൽ ആ കുരുക്കുകൾ അഴിഞ്ഞു മാറട്ടെ. Oh, those cords are set free. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് കൈമാറുകയാണ്. Oh, God is giving you a heart that you can love Jesus. എല്ലാറ്റിലും ദൈവത്തെ സ്നേഹിക്കാൻ ഒരു മനസ്സ് തരികയാണ്. Oh, God is giving you a heart to love Him. ഓ, യേശുവിൻ നാമത്തിൽ വിടുതൽ നടക്കുകയാണ്. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. Amen. 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 Thank you, Pastor.